കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി 1000 നന്ദി യേശു രാജാവിന് അർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആണ്ടിൻ്റെ ആരംഭ ദിവസം മുതൽ ഇന്ന് വരെ നമ്മെ അത്ഭുതകരമായി കർത്താവ് നടത്തി. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിച്ചപ്പോൾ ആ പ്രതികൂലങ്ങളിൽ കൂടെ നമ്മൾ തകർന്നു പോകാമായിരുന്നു. എങ്കിലും തകർത്ത് കളയാത്ത ദൈവത്തിൻ്റെ ഒരു കരം നമുക്കുണ്ടായിരുന്നു. ആ കരുതലാണ്, ആ കരമാണ് ഇന്ന് നമ്മൾ ആശ്വാസത്തോടും പ്രാർത്ഥനയോടും ദൈവകൃപയോടും കൂടെ ഇരിക്കുന്നത് എന്നോർക്കുമ്പോൾ അതിയായ സന്തോഷം ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാൻ ഉണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ജോലി, ആരോഗ്യം, എല്ലാ മേഖലകളിലും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ 1-2 ചിന്തകൾ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. നമ്മളൊന്നും നേടിയതല്ല, സകലതും ദൈവം നമുക്ക് തന്നതാണ്. ജീവിതയാത്രയിൽ പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് നേരെ ആഞ്ഞടിച്ചപ്പോൾ അവയിലൊന്നും ക്ഷീണിച്ചും തകർന്നും പോകാതെ യേശുവിൻ്റെ രക്തത്തിൽ നമ്മെ മറിച്ച് അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കരുതൽ ഏറ്റവും വിലപ്പെട്ടതാണ്. അതേ പ്രിയരെ, ഈ വർഷം ദൈവത്തിൻ്റെ ഗിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? ദൈവത്തിൻ്റെ ഗിതം നിറവേറാൻ പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ഇച്ഛയ്ക്കും നമ്മുടെ താല്പര്യങ്ങൾക്കൊക്കെ അല്ലേ നമ്മൾ വില കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കും നമ്മൾ എങ്ങനെയാകണം, നമ്മുടെ മക്കൾ എങ്ങനെയാകണം, നമ്മുടെ ജോലി എങ്ങനെയാകണം, നമ്മുടെ സാമ്പത്തിക ഭദ്രത എങ്ങനെയാകണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ച ഒരു കാലഘട്ടമുണ്ട്. ആ ചിന്തിച്ചതൊക്കെ പാഴായ ജീവിതമായി പോയതുപോലെ അനുഭവിച്ചില്ലേ, തോന്നിയില്ലേ? എന്നാൽ സകല വിഷയത്തിനും പരിഹാരം വരുത്തുവാൻ കരുത്തുള്ള ശക്തനായ ഒരു ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ആത്മാർത്ഥതയോടെ ദൈവത്തെ വിളിക്കുവാനും മഹത്വപ്പെടുത്താനും കർത്താവ് അവസരം നൽകിയില്ലേ? അങ്ങനെയെങ്കിൽ ഈ ടൈറ്റിലിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ 2026 എന്ന് പറയുന്ന ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഗിതമല്ല, ദൈവത്തിൻ്റെ ഗിതം അല്ലെങ്കിൽ യേശുവിൻ്റെ ഗിതം എന്നിൽ നിറവേറട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. യേശു അപ്പായോട് പറയണം, അപ്പാ എൻ്റെ വിഷയത്തിനൊരു പരിഹാരം വേണം, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലമാകണമെന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവസന്നിധി നിങ്ങൾ ദൈവത്തിൻ്റെ ഈ ഗിതം മനസ്സിലാക്കി, ഇഷ്ടം മനസ്സിലാക്കി ദൈവഗിതപ്രകാരം ജീവിക്കുവാൻ നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതം സറണ്ടർ ചെയ്യപ്പെടുമ്പോൾ, പിന്നെ നമ്മളല്ല നമ്മളിൽ ഭരിക്കുന്നത്, യേശുവിൻ്റെ ആത്മാവാണ് നമ്മളിൽ ഭരിക്കുന്നത്. വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവുള്ളവന് കർത്താവുണ്ടെന്ന്. നമ്മുടെ ഉള്ളിൽ ഏത് ആത്മാവാണ് വസിക്കുന്നത്? കർത്താവിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം വെക്കുന്ന സ്റ്റെപ്പുകളിൽ അനുഗ്രഹമുണ്ട്, നാം പറയുന്ന വാക്കുകളിൽ അനുഗ്രഹമുണ്ട്, നമ്മൾ നോക്കുമ്പോൾ ആ നോട്ടത്തിൽ ഒരു അനുഗ്രഹമുണ്ട്, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ഒരു അനുഗ്രഹമുണ്ട്. നമ്മൾ എവിടെ ചവിട്ടിയാലും അവിടെ ഒരു അനുഗ്രഹം ഉണ്ടാകും. കാരണം നമ്മുടെ ഉള്ളിൽ ആരാണ്? യേശുവാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ഇഷ്ടത്തിൽ ഒന്നും എനിക്ക് നേടേണ്ട, എനിക്കൊന്നും അനുഭവിക്കേണ്ട, കർത്താവിൻ്റെ ഇഷ്ടം മതി, ആ കർത്താവിൻ്റെ ഗീതം മതി, കർത്താവിൻ്റെ ഗീതം അനുസരിച്ച് ഇഷ്ടമനുസരിച്ച് ജീവിപ്പാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ യേശുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ നിറവേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് പറയാമോ? യേശുവേ, എൻ്റെ ഇഷ്ടമല്ല എന്നിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മിനിസ്ട്രിയിൽ, എൻ്റെ ജോലി മേഖലയിൽ, ഇനി അധികം പറഞ്ഞാൽ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ പോലും എൻ്റെ ഇഷ്ടമല്ല
ഞാൻ എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഞാൻ ആകണം, എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, അത് കർത്താവിൻ്റെ ഇഷ്ടം. ആ ഇഷ്ടത്തിന് എന്നെ നയിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊരു ജോലി വിഷയത്തിൽ ഭാരപ്പെടുകയാണെങ്കിൽ, ഒരു ഓഫർ ലെറ്ററിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങയ്ക്ക് ഇഷ്ടമുള്ള ഒരു ജോലി എനിക്ക് തരണമേ. നിങ്ങൾ രോഗിയാന്നിരിക്കട്ടെ, രോഗിയാണെങ്കിൽ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് ഓടാവുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾ ഓടിക്കാണും. നല്ല ഡോക്ടർമാർ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിങ്ങൾ പോയി കാണും. ഇന്ന മരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ മരുന്ന് നിങ്ങൾ കഴിച്ചു കാണും. എന്നാൽ യഥാർത്ഥമായ ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ, കർത്താവേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം എന്നെ സൗഖ്യമാക്കണമേ എന്ന് ഇന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. യേശുവിൻ്റെ ഇഷ്ടപ്രകാരം ഒരു സൗഖ്യം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ അറിയാമോ? നമ്മൾ ഇന്ന് വരെ കാണാത്ത ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ശക്തിയും നമ്മുടെ മേൽ യേശുവപ്പ പകരുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം ഞാൻ പറയാം. അപ്പോസ്തലനായ ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തിയിൽ 21-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവനെ സമ്മതിപ്പിച്ചു കൂടായകയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതെയിരുന്നു. കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു? മിണ്ടാതെയിരുന്നു. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയമുണ്ടല്ലോ, അത് കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുക. ആ വഴിയുടെ പ്രശ്നമാകാം, ആ വീടിൻ്റെ പ്രയാസമാകാം, ആ വ്യക്തിയിൽ നിന്നുള്ള പ്രയാസമാകാം, നീ സ്നേഹിച്ചവർ നിന്നെ ദ്രോഹിക്കുക, കുറ്റപ്പെടുത്തുക, വേദനിപ്പിക്കുക, അപവാദം പറയുക, പരിഹസിക്കുക, അത്തരത്തിലുള്ള വിഷയമാകാം. ഇന്ന് രാവിലെ നിങ്ങൾ പ്രതികരിക്കാതെ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ താല്പര്യത്തിനും നിങ്ങൾ മുഖവില കൊടുത്ത് നിങ്ങളായി ചെന്നൊരു ഫൈറ്റിംഗ് ചെയ്യാതെ, ഇന്ന് രാവിലെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ ആ പരിഹാരം തരാൻ കഴിവുള്ള യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം: കർത്താവേ, എൻ്റെ ഗീതമൊന്നും ഈ വിഷയത്തിൽ വെളിപ്പെടേണ്ട, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എന്നിട്ട് മൗനമായിട്ടിരിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്: ഞങ്ങൾ മിണ്ടാതെ ഇരുന്നു എന്ന്. വേദോസത്തിൻ്റെ വാക്യമുണ്ട്, മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ചില വിഷയത്തിൽ നിങ്ങൾ മിണ്ടാതിരിക്കണം കേട്ടോ. നിന്റെ ചേട്ടനോടാകാം, പെങ്ങളോടാകാം, അപ്പനോടാകാം, മൗനമായിട്ടിരിക്കണം, പ്രതികരിക്കരുത്. ദൈവസന്നിധി താണിരിക്കണം. നിങ്ങൾ സ്നേഹിക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് ചില വേദനകൾ, തിക്താനുഭവങ്ങൾ, നിങ്ങൾ മനസ്സാ വാച കർമ്മ അറിഞ്ഞിട്ടില്ലാത്ത പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, നിങ്ങൾ എവിടെയെങ്കിലും നിന്ദിക്കപ്പെടുന്നെങ്കിൽ, പരിഹസിക്കപ്പെടുന്നെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. നിങ്ങൾ ഉറപ്പും ധൈര്യവും ഉള്ളവരായി മൗനത പാലിക്കലെടുത്ത് മൗനമായിരുന്ന് ദൈവത്തിൻ്റെ ഗിതത്തിന് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു വ്യക്തി നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുക എന്നിരിക്കട്ടെ. നിങ്ങൾ തൊടുന്നതും നിങ്ങൾ എടുക്കുന്നതും ഒക്കെ പ്രശ്നമായി മാറിയേക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള വേദനകളും കണ്ണുനീരും കഷ്ടതയും നിങ്ങളുടെ ജീവിതത്തിൽ അത് നിമിത്തം വന്നേക്കാം. ആരും നിങ്ങളെ സഹായിക്കാനില്ലാതെ എല്ലാവരും നിങ്ങളെ വിട്ട് മാറി ഓടിപ്പോയേക്കാം. എന്നാൽ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും ആ കർത്താവ് നിങ്ങളെ സഹായിക്കുമെന്നും കർത്താവിന് ഇതൊന്നും അസാധ്യമല്ല എന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് യേശുവിൻ്റെ കരങ്ങളിൽ ഞാനിത് തരുന്നു എന്ന് പറഞ്ഞ് യേശുപ്പാട് പറയണം: കർത്താവെ, ഞാനിത് പ്രതികരിക്കുന്നില്ല, ഞാൻ ഇതിനകത്ത് കേസിനോ വഴക്കിനോ പ്രയാസത്തിനോ ഒന്നും ഞാൻ പോകുന്നില്ല, ഞാൻ മിണ്ടാതെ ഇരിക്കുക. എനിക്ക് ഇതിനകത്തൊരു ദൈവപദ്ധതി കാണണം, എനിക്ക് ഇതിനകത്തൊരു ദൈവത്തിൻ്റെ നീതി കാണണം. കാരണം ഞാൻ ഇറങ്ങിച്ചെന്നാൽ ഈ പ്രശ്നം ഒന്നുകൂടെ പ്രശ്നം പ്രതികൂലമായി മാറത്തേ ഉള്ളൂ. വേണ്ട വിധത്തിൽ ഒരു ആശ്വാസം ഉണ്ടായില്ല എന്ന് വരാം. എന്നാൽ കർത്താവെ, അങ്ങ് ചെയ്യേണ്ടതുപോലെ, അങ്ങ് പ്രവർത്തിക്കേണ്ടതുപോലെ എൻ്റെ ഈ വിഷയത്തിൽ അങ്ങ് പ്രവർത്തിച്ചാൽ, ഒരു മലയാളത്തിൽ പഴഞ്ചൊല്ലുണ്ട്, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത നിലയിൽ ദൈവം അത് നിനക്ക് പരിഹരിച്ചു തരും. ഏത് മാനേജ്മെൻ്റ് ആയാലും, ഏത് ഓഫീസറായാലും, ഏത് ഉപദേശിയായാലും, ഏത് അയൽവക്കക്കാരനായാലും, നിങ്ങളുടെ ദൈവിക പദ്ധതിക്കും വിടുതലിനും വിരോധമായി നിങ്ങൾക്കെതിരെ ഒരു പ്രതിസന്ധി
ഉയർന്നു വരുന്നു എങ്കിൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിനെ സേവിക്കുന്ന, യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കുന്ന, രക്ഷിക്കപ്പെട്ട, സ്നാനം സ്വീകരിച്ച, പ്രത്യേകിച്ച് കൃപാവരങ്ങൾ, അഭിഷേകങ്ങൾ പ്രാപിച്ച, അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരു ദൈവപൈതലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഭയക്കുകയും ദൈവത്തിന് വിധേയപ്പെടുകയും നിങ്ങളുടെ അധികം ഭാരമുള്ള വിഷയം ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയും നിങ്ങൾ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ യേശുവിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും. ഇവിടെ വായിച്ച വാക്യം ലൂക്കോസ് എഴുതിയ ലേഖനത്തിനകത്ത്, അല്ലെങ്കിൽ ഈ പ്രവൃത്തി പുസ്തകത്തിനകത്ത് എഴുതിയ ഭാഗം ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ. ഇന്ന് പകൽ നിങ്ങളുടെ മക്കളെ നോക്കി പറ, നിങ്ങളുടെ കുടുംബത്തെ നോക്കി പറ, നിന്റെ ഭർത്താവിൻ്റെ ആ ക്യാൻസറിനെ നോക്കി പറ, ആ കാലിൻ്റെ നീരിനെ നോക്കി പറ, ആ 2 കിഡ്നിയും ബൾജായിരിക്കുന്ന ആ വിഷയത്തെ നോക്കി പറ, നിന്റെ കൊച്ചിന് ഫീസ് കണ്ടെത്തി ലോൺ എടുത്ത് പഠിപ്പിക്കാൻ വിട്ടിട്ട് പഠനം പൂർത്തിയാകാൻ പറ്റാതെ, ആ ഹോസ്റ്റലിൽ നിൽക്കാൻ കഴിയാതെ, ആ കോളേജിൽ പഠിക്കാൻ കഴിയാതെ തിരിച്ചു വരാൻ പ്ലാൻ ഇടുന്ന നിന്റെ കൊച്ചിനെ നോക്കി നീ പറ. നിരാശയുടെ വാക്കല്ല, നെഗറ്റീവ്സ് അല്ല അടിക്കണ്ടേ. ഇങ്ങനെ പറ: കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ. ഒരു വിഭാഗം ആമൻ നടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവെ അത് എൻ്റെ ഇഷ്ടമല്ല, കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു കുഞ്ഞ് ജനിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് എൻ്റെ ഇഷ്ടമല്ല, കർത്താവിൻ്റെ ഇഷ്ടം എന്താണ്? ഒരു പെങ്കൊച്ചാണോ ആങ്കൊച്ചാണോ, അത് കർത്താവിൻ്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ. ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ, ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടരുത്. നിങ്ങൾ യേശുവിനോട് പറയണം: കർത്താവേ, കർത്താവിൻ്റെ ഇഷ്ടം എൻ്റെ മക്കളിൽ, എന്നിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭർത്താവിൽ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഇഷ്ടമല്ല, കർത്താവാണ് നമ്മുടെ വിഷയത്തിന് പരിഹാരം തരേണ്ടത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമാണ് കാണാൻ കഴിയുന്നത്. യെരുശലേമിലേക്ക് പോകരുതെന്ന് പറഞ്ഞ് അഗബോസ് എന്ന് പറയുന്ന പ്രവാചകനെ ദൈവം പൗലോസിൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ്. പ്രവാചകൻ വന്നിട്ട് അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ അരക്കച്ച എടുത്ത്, പൗലോസിൻ്റെ അരക്കച്ച എടുത്ത് കാലും കൈയും കെട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇതിൻ്റെ ഉടമസ്ഥനെ ഇങ്ങനെ കെട്ടി യെരുശലേമിൽ നിന്നും എന്ത് ചെയ്യുന്നറിയോ, ജാതികൾക്ക് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറയും. ഇത് കേട്ടപ്പോൾ അവിടെയുള്ള വിശ്വാസികൾ പൗലോസിനോട് ഒത്തിരി ഭാരം തോന്നി, വേദന തോന്നി. 12ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് കേട്ടാറെ യെരുശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. ആ ദേശത്തിലെ ആളുകളും കേട്ട ദൈവമക്കളും ഒരുമിച്ച് പൗലോസിനോട് അപേക്ഷിക്കുകയാണ്: യെരുശലേമിൽ നീ പോകരുത്, ദൈവാലോചനയുണ്ട്, നീ ചിലപ്പോൾ മുറിവേൽക്കാൻ ചാൻസ് ഉണ്ട്, അടി വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ജയിലിൽ പോലും കിടക്കേണ്ട അവസ്ഥ കടന്നു വരും, അതുകൊണ്ട് യെരുശലേമിൽ പോകരുത്. കാരണം അഗബോസ് പ്രവാചകൻ പ്രവചിച്ചു കഴിഞ്ഞു. അവൻ അരക്കച്ച കെട്ടി പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെയാണ് ഇതേപോലെ ബന്ധിക്കും, യെരുശലേമിൽ നിന്നും ജാതികൾ അവനെ പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ജനം പേടിച്ചിട്ട് പൗലോസിനോട് പറയുകയാണ്: യെരുശലേമിൽ പോകരുത്, നീ ഇവിടെ തന്നെ ഇരിക്കുക, നിനക്കൊരനർത്ഥവും വരാൻ പാടില്ല. പക്ഷേ യെരുശലേമിൽ പോകരുതെന്ന് പറഞ്ഞപ്പോൾ അതിന് പൗലോസ് പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം അതിൻ്റെ 13ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുക. അതിന് പൗലോസ്: നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തളർത്തുന്നത് എന്ത്? പൗലോസ് ചോദിക്കുക, നിങ്ങൾ എന്തിനെങ്ങനെ കരയുന്നേ? നിങ്ങൾ കരഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയം എന്തിനെങ്ങനെ തളർത്തുന്നേ? എന്താ പറയാ, കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി പൗലോസ് പറയുകയാണ്, കർത്താവായ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി എന്താണ്, ആമേൻ, ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുശലേമിൽ മരിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അഗബോസ് പ്രവാചകൻ വന്ന് പറയുകയാണ്: ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ഇങ്ങനെ കെട്ടി യെരുശലേമിൽ ജാതികൾ കൊണ്ടുപോകുമെന്ന്. ഭയം നിന്ന ജനത്തോട് പറയുകയാണ്: ഞാൻ ബന്ധിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല മക്കളെ, നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല, നിങ്ങളിങ്ങനെ നിലവിളിക്കേണ്ട കാര്യമില്ല, നിങ്ങളിങ്ങനെ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, കർത്താവിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. ഇന്ന് രാവിലെ തീരുമാനം എടുക്കണം, കർത്താവിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. ഏത് പ്രശ്നങ്ങളല്ല എൻ്റെ വിഷയം, ഏത് പ്രതികൂലങ്ങളല്ല എൻ്റെ വിഷയം,
എങ്ങനെ മുമ്പോട്ട് പോകും, ഞാൻ എങ്ങനെ ആയിരിക്കും, ഞാൻ കൊച്ചുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും, അതൊന്നും എൻ്റെ വിഷയമല്ല. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കാൻ ഞാൻ റെഡിയാണ്. യേശുവിന് വേണ്ടി നിൽക്കുവാൻ എത്ര പേർ തയ്യാറാണ്? യേശുവിൻ്റെ കൽപ്പന അനുസരിക്കാൻ എത്ര പേർ തയ്യാറാണ്? യേശു പറയുന്നത് അംഗീകരിക്കാനും സ്വീകരിക്കാനും എത്ര പേർ തയ്യാറാണ്? യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി യേശുവേ എന്ന് വിളിക്കാൻ എത്ര പേർ തയ്യാറാണ്? ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി പറയാ, ഒരു ജാതിയും നിന്നെ തൊടത്തില്ല, ഒരു യെരൂശലേമിൽ നീ ബന്ധിക്കപ്പെടുകയും ബ്ലോക്ക് ആവുകയും ചെയ്യത്തില്ല. ദൈവം നിന്നെ വിളിച്ചെങ്കിൽ, ദൈവം നിന്നെ വേർതിരിച്ചെങ്കിൽ, യേശുവിൻ്റെ ശക്തി നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, യേശുവിൻ്റെ ആത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ വിശ്വാസത്തോട് പറയാ, കർത്താവ് നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. പൗലോസ് പറയുകയാണ്, ഞാൻ ബന്ധിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല, ഞാൻ മരിക്കാനും കൂടെ തയ്യാറാണ്. വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് ജനം പിന്നെ പ്രാർത്ഥിച്ചത്. അപ്പൊ പൗലോസ് ഈ വാക്ക് പറയുകയാണ്, ഞാൻ മരിക്കാനും കൂടെ തയ്യാറാ, പിന്നെയാ എന്നെ ബന്ധിക്കുന്നത്. അപ്പൊ ജനം എന്തോ പറയുക, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? മൗനമായിരുന്നു. ചില വിഷയത്തിൽ മൗനമായിട്ടിരുന്നോണം. നിന്റെ കൊച്ചിൻ്റെ വിഷയത്തിൽ മൗനത പാലിക്കണം. നിനക്ക് നേരെ എഴുന്നേറ്റ് വരുന്ന ശത്രുവിൻ്റെ തീയമ്പുകൾ നിന്നെ തകർക്കാൻ, നീ ആയിരിക്കുന്ന പൊസിഷനിൽ നിന്ന് നിന്നെ ഒതുക്കാൻ, നിന്നെ നശിപ്പിക്കാൻ നോക്കുന്ന മേഖലകൾക്കകത്ത് നീ പ്രതികരിക്കല്ലേ, അതിൻ്റെ പുറകെ പോകല്ലേ. ദൈവസന്നിധി മുട്ടുമുടക്കി പ്രാർത്ഥിക്കണം. ഇവിടെ വരെ ദൈവം നടത്തിയില്ലേ? ഇവിടെ വരെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. മല ഇളകി വരുന്നത് പോലെ ചിലർ നിനക്കെതിരെ ഇളകി വന്നില്ലേ? നിന്നെ നശിപ്പിക്കുമെന്നും ഒതുക്കിക്കളയുമെന്നും നിന്റെ വാ തുറക്കിക്കില്ലെന്നും പറഞ്ഞില്ലേ? എന്നാൽ എൻ്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലാണ്, എനിക്ക് പറയാനുള്ളത് അവിടെയാണ് എന്ന് ബോധ്യത്തോടു കൂടെ ഇന്നലകളിൽ കർത്താവ് എന്നെയും നിന്നെയും നടത്തിയില്ല പ്രിയരെ. അതുകൊണ്ട് 2026 നീ തകരത്തില്ല, നീ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഒറ്റ പ്രാർത്ഥന മതി, കർത്താവേ അങ്ങയുടെ ഗീതം എന്നിൽ നിറവേറണേ, അങ്ങയുടെ ഗീതത്തിൽ എന്നെ ആക്കണമേ, അങ്ങയുടെ ശക്തി എന്നെ കേൾപ്പിക്കണമേ, അങ്ങയുടെ കൃപ എനിക്ക് തരണമേ, അങ്ങയുടെ ആത്മാവിനെ എൻ്റെ ഉള്ളിലാക്കണമേ. മനുഷ്യന്റെ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി മാറ്റിയതുപോലെ എൻ്റെ ഉള്ളിലും ജീവൻ തന്ന് ഞാൻ ജീവനുള്ള ദേഹിയായി ആത്മാവിൽ പോരാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും എന്നെ ബലപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഇവിടെ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ജനം പറഞ്ഞ് മൗനമായിരുന്നു. വേദപുസ്തകത്തിൽ മൗനമായ പല ഭാഗങ്ങൾ കാണാൻ കഴിയും. ദൈവം മൗനമായ കാര്യമുണ്ട്, മനുഷ്യൻ മൗനമായിരുന്ന കാര്യമുണ്ട്, യേശു മൗനമായിരുന്ന കാര്യമുണ്ട്. ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് ഗെത്സമനെ തോട്ടത്തിൽ തൻ്റെ ശിഷ്യന്മാരായ പത്രോസിൻ്റെ കൂടെ യോഹന്നാൻ്റെ കൂടെയും ഒക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് ആ ഒലിവുമലയിലേക്ക് കയറി പോയ ഭാഗം നമുക്കറിയാം. ശിഷ്യന്മാരെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ഒരു കല്ലേറ് ദൂരത്ത് മാറി നിന്ന് പിതാവായ ദൈവത്തോട് യേശു കർത്താവ് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ചെറിയൊരു പ്രാർത്ഥനയല്ലായിരുന്നു, തൻ്റെ ശരീരത്തിൽ രക്തം പുറത്തു വരുന്ന ഒരു പ്രാർത്ഥന. ഞാൻ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ, ഹൃദയം പൊട്ടുമ്പോൾ രക്തകൂപം വഴി രക്തം പുറത്തു വരുമെന്ന്. നമ്മുടെ രക്തം ഈ രോമക്കുത്തു വഴി പുറത്തു വരുമെന്ന് ഹാർട്ട് പൊട്ടുമ്പോൾ. അപ്പൊ ഗെത്സമനെ തോട്ടത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഹൃദയം പൊട്ടിയാണ് പ്രാർത്ഥിച്ചത്. നിസ്സാരമായൊരു പ്രാർത്ഥനയല്ല. വസ്തു കിട്ടാനും വീട് കിട്ടാനും കൊച്ചിൻ്റെ കല്യാണം നടത്താനുള്ള ഫീലോടുകൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല യേശു കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിച്ചത്. ഗെത്സമനയിൽ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു, ചോര വാർന്നു പ്രാർത്ഥിച്ചു. വേർപ്പ് തുള്ളി വീഴേണ്ട സ്ഥാനത്ത് രക്തത്തുള്ളി വീണു എന്ന് കാണുന്നു. പക്ഷെ പിതാവാം ദൈവത്തോട് പുത്രൻ പറഞ്ഞ കാര്യം ഇങ്ങനെ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എന്ത് ചെയ്യണം, നീക്കിത്തരണമേ എന്നാണ്. എന്നാൽ പിതാവാം ദൈവം മുഖം തിരിച്ചു വെച്ചു. പുത്രന്റെ വാക്കുകൾക്കൊന്നും ചെവി കൊടുക്കാൻ പോയില്ല. ചില വിഷയത്തിന് ദൈവം നമുക്ക് ചെവി തരത്തില്ല. നമ്മൾ വലിയ സീരിയസ് ആയ വിഷയവുമായിട്ടായിരിക്കും യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. ഇപ്പോൾ കാര്യത്തിന് മറുപടി കിട്ടും, എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല എന്നും പറഞ്ഞായിരിക്കും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും പോലും ചെയ്യുന്നത്. പക്ഷേ 10-20 ഉപവസിച്ചിട്ടും പോലും ദൈവം മറുപടി തരാതെ മൗനമായിരുന്ന വിഷയങ്ങൾ പലതും നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് പീലാത്തോസ് ഒറ്റിക്കൊടുക്കുന്നതിന് തൊട്ടു മുമ്പാണ്, മണിക്കൂറുകൾക്ക് മുമ്പാണ് പിതാവത്തോട് ഒരു കോണ്ടാക്ട് ഉണ്ടാകാൻ വേണ്ടി യേശു കർത്താവ് ഗെത്സമനയിൽ ചെന്ന് മുട്ടുകുത്തിയത്. പക്ഷേ പുത്രനായ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയും നിലവിളിയും ചങ്കുപൊട്ടി രക്തം വാർന്നൊഴുകിയുള്ള പ്രാർത്ഥന കണ്ടിട്ടും പിതാവായ ദൈവം മൗനമായിരുന്നപ്പോൾ പുത്രന് കാര്യം പറഞ്ഞു,
ഈ ദൈവം അങ്ങല്ലേലും അങ്ങനെ, ഈ ദൈവം ചതിയന, ഈ ദൈവം പനന എന്നൊന്നും അല്ല പിതാവായ ദൈവത്തോട് പുത്രൻ പറഞ്ഞത്. പുത്രൻ പറഞ്ഞത്, പിതാവേ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്നാണ് പുത്രനായ ക്രിസ്തു യേശുവിനോട് പറഞ്ഞത്. നാളെ നടക്കാൻ പോകുന്ന ക്രൂശീകരണവും പച്ചമര കുരിശും എടുത്തുകൊണ്ട് ആ കൽത്തളത്തിൽ നിന്നും ഗോൽഗോത്തായ അല്ലെങ്കിൽ തലയോടിടമെന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് നീങ്ങുന്നതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് തലയിൽ അടിച്ചു കയറുന്ന മുളുക്കിരീടവും കാലിലും കയ്യിലും അടിക്കുന്ന ആണിയും അതുപോലെ ശരീരം മൊത്തം അടിച്ചു കീറുന്ന ദാരുണമായ വേദനയൊക്കെ ആത്മാവി കണ്ടുകൊണ്ട് തൻ്റെ ക്രൂശീകരണത്തെ താൻ ആത്മാവി ദർശിച്ചുകൊണ്ട് പിതാവിനോട് പറയുകയാണ്, ഇതൊന്ന് നീക്കിത്തരണമേ എന്ന്. പക്ഷെ പിതാവാം ദൈവം പുത്രനെ മൗനമായി പിതാവാം ദൈവം പുത്രന്റെ മുമ്പിൽ മൗനമായി നിന്നതുകൊണ്ട് യേശു കർത്താവ് പുത്രനായ ക്രിസ്തു പറയുകയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പരിശുദ്ധ ആത്മാവിൽ ശക്തിയോടും കൃപയോടും കൂടെ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയാം, യേശു കർത്താവ് ഗെത്സമനയിൽ പിതാവായ ദൈവത്തോട് പറഞ്ഞത്, എൻ്റെ ഇഷ്ടമല്ലപ്പാ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്. ഇവിടെ ഇതാ അഗബോസിന്റെ വാക്കുകളുടെ മുമ്പിൽ ആ ജനം പൗലോസിനെ നോക്കിയിട്ട് കർത്താവിന് ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു മൗനമായിരുന്നു, മിണ്ടാതെ ഇരുന്നത് പോലെ. സ്വർഗത്തിൽ പിതാവാം ദൈവം ക്രിസ്തുവിന്റെ മുമ്പിൽ മൗനമായിരുന്നു, മിണ്ടാതെയിരുന്നു. പുത്രനായ ക്രിസ്തു പറഞ്ഞു, എൻ്റെ ഇഷ്ടമൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട, എൻ്റെ ആഗ്രഹമൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട. ഞാൻ ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ അതെൻ്റെ പിതാവിന് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട എന്ന് പറഞ്ഞ് പുത്രനായ ക്രിസ്തു അവിടെ പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ 2026 എന്നെ കേൾക്കുന്ന ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകരെ, ഞാൻ പരിശുദ്ധ ആത്മാവിൽ നിങ്ങളോട് ദൂത് കൈമാറാം. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം, കർത്താവേ, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ഒത്തിരി ഓടിയതാണ്, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ഒത്തിരി പ്രയത്നിച്ചതാണ്, പകലന്തിയോളമല്ല രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചതാണ്, പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന പത്രോസ് കർത്താവിനോട് പോലും ചോദിക്കാൻ കർത്താവിന് ഇഷ്ടപ്രകാരമല്ലാതെ സ്വന്തമായിട്ട് പടകും വലയും എടുത്തുകൊണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചു, അവസാനം ഒന്നും കിട്ടിയില്ല. രാവിലെ സമയം യേശു കർത്താവ് തൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, പടകിന്റെ വലതുവശത്ത് വല വീശുക. പടകിന്റെ വലതുവശത്ത് കർത്താവിൻ്റെ ഇഷ്ടം പോലെ, കർത്താവിൻ്റെ ആഗ്രഹം പോലെ പത്രോസ് വല വീശിയപ്പോൾ, കർത്താവിൻ്റെ ഇഷ്ടം പോലെ പത്രോസ് സമർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ പടകും വലയും നിറഞ്ഞ് കവിഞ്ഞ് വലിച്ചു കയറ്റാൻ പറ്റാത്ത നിലയിൽ വല കീറുമാറ് പത്രോസിനെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി പറയാം, നിന്റെ വല കീറുമാറ് ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. നീ ഒരു നാൾ മുടിയത്തില്ല, ഒരു നാൾ നീ നശിക്കില്ല, ഒരു നാൾ നീ തകർന്നു പോകില്ല, ഒരു നാൾ നീ ക്ഷീണിച്ചു പോകില്ല. കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകണം. ഇവിടെ സഭയിലുള്ള വിശ്വാസികൾ പൗലോസിനു വേണ്ടി കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നത് പോലെ യേശു കർത്താവും പിതാവിൻ്റെ ഇഷ്ടം മതി, എൻ്റെ ഇഷ്ടം വേണ്ട എന്ന് പറഞ്ഞ് മൗനമായി ഗെത്സമനയിൽ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് രാവിലെ 2026 ആരംഭ ദിവസങ്ങളിൽ ഈ ദിവസം ഞാൻ ആത്മാവിൽ എൻ്റെ പ്രിയപ്പെട്ടോട് പറയുകയാണ്, ഈ വർഷം ഇനി ചില മാസങ്ങൾ നമ്മൾ കടന്നു കയറാനുണ്ട്. പല വേദനയിൽ കൂടെയും സാഹചര്യങ്ങളിൽ കൂടെയും നൊമ്പരങ്ങളിൽ കൂടെയും നമ്മൾ കടന്നു പോകാനുണ്ട്. ഉയർച്ചകൾ വരും, താഴ്ചകൾ വരും, പ്രയാസങ്ങൾ വരും, രോഗങ്ങൾ വരും, കടഭാരം വരും, നിന്ദകൾ വരും, പരിഹാസങ്ങൾ വരും. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ കർത്താവുമായി ബന്ധമുണ്ടാക്കിയിട്ട് ഇന്ന് പകൽക്കാലം ഇങ്ങനെ പറ, കർത്താവേ, ഈ വർഷം ഞാൻ എവിടെ ചവിട്ടി കയറിയാലും ഏത് സാഹചര്യത്തിൽ കൂടെ ഞാൻ മൂവ് ചെയ്താലും അങ്ങയുടെ ഗീതമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വരല്ലേ. കർത്താവിൻ്റെ ഗീതം എന്നിൽ വ്യാപരിക്കട്ടെ, കർത്താവിൻ്റെ ഇഷ്ടം എന്നിൽ ഉണ്ടാകട്ടെ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എന്നെ തരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. അങ്ങനെ സ്വന്തമായി തീരുമാനമെടുക്കാതെ യേശുവിൻ്റെ സന്നിധി നിന്നെ വിട്ടുകൊടുക്കൂ. യേശു നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. യേശു നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തും. യേശു നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല ചിന്തയ്ക്കായി സ്തോത്രം. ഈ വർഷം ഞങ്ങൾ സ്വയമേ ഒന്നും തിരഞ്ഞെടുക്കാതെ, സ്വന്തം ഇഷ്ടത്തിലൊന്നും ഞങ്ങൾ മെനഞ്ഞുകൂട്ടാതെ, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം, കർത്താവിൻ്റെ കൃപയ്ക്കൊത്തവണ്ണം ജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണേ.
അങ്ങയുടെ ആലോചന ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങൾ എന്ത് ചെയ്താലും അവിടുത്തെ ഇഷ്ടപ്രകാരം ഈ വർഷം ഞങ്ങൾ ചെയ്യാൻ, ഞങ്ങൾ കഴിക്കുന്നതും ഞങ്ങൾ കുടിക്കുന്നതും ഞങ്ങൾ നടക്കുന്നതും ഞങ്ങൾ ഇടപെടുന്നതും ഞങ്ങൾ പോകുന്നതും ഞങ്ങൾ വരുന്നതും ഒക്കെ കർത്താവേ അങ്ങയ്ക്കിഷ്ടമുള്ള നിലയിൽ ഞങ്ങൾ ആകേണ്ടതുപോലെ ആകാൻ ഞങ്ങളെ കർത്താവ് ഒരുക്കണമേ. കർത്താവേ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണമേ. പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവ് പറഞ്ഞതുപോലെ അങ്ങയുടെ ഇഷ്ടം, കർത്താവ് ജനം പൗലോസിനെ നോക്കി പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ഇഷ്ടം നടക്കാൻ ഞങ്ങൾ മൗനമായിരിക്കാൻ, ചില വിഷയത്തിൽ ഞങ്ങൾ മൗനമായിരിക്കാൻ. ഞങ്ങൾ മൗനമാകുമ്പോൾ ഞങ്ങളെ ശത്രു ചിന്തിക്കും, ഞങ്ങൾ മണ്ടന്മാരാണ്, പൊട്ടന്മാരാണ്, കഴിവില്ല, ആമെ ത്രാണിയില്ല എന്ന് ചിന്തിക്കുക. പക്ഷേ ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം കാണാൻ, ദൈവത്തിൻ്റെ ഇടപാടുകൾ കാണാൻ, ദൈവത്തിൻ്റെ കരുതൽ കാണാൻ, അങ്ങയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ കർത്താവ് ഒരുക്കണമെന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുത്തെ നാമത്തിൽ നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ മക്കൾ അനുഗ്രഹം അനുഭവിക്കട്ടെ. ഒന്നിനാലും മുടക്കം വരാതെ കർത്താവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഈ 2026 ഈ മാസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറും. ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി മൂവ് ചെയ്യരുത്. കർത്താവ് എന്താഗ്രഹിക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം, സറണ്ടർ ചെയ്യാം, ദൈവസന്നിധി കരയാം. ദൈവം അത്ഭുതം ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.